രാഹുൽ ഗാന്ധി. സമ്മേളനം ആരംഭിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായി പ്ലീസ് 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 സമ്മേളനത്തിന്റെ അധ്യക്ഷനായി UDF ചെയർമാൻ, ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ അവരെ ക്ഷണിക്കുന്നു. പ്ലീസ്. ഈശ്വര പ്രാർത്ഥന, വളരെ പ്രസിദ്ധ ഗായകൻ ശ്രീ കാവാലം ശ്രീകുമാർ. പൃഥിവീ ശാന്ത സാഗ്നിനാ ശാന്ത സാമേ ശാന്ത ശുചം ശമയതു അന്തരിക്ഷം ശാന്തം തദ്വായുനാ ശാന്തം തന്മേ ശാന്തം ശുചം ശമയതു ദ്യൗ ശാന്ത സാദിത്യേന ശാന്ത സാമേ ശാന്ത ശുചം ശമയതു പൃഥിവീ ശാന്തിരന്തരീക്ഷം ശാന്തിർ ദ്യൗ ശാന്തിർ ദിശ ശാന്തിരവാന്തര ദിശാ ശാന്തിരഗ്നി ശാന്തിർ വായു ശാന്തിരാദിത്യ ശാന്തിശ്ചന്ദ്രമാ ശാന്തിർ നക്ഷത്രാണി ശാന്തിരാപ ശാന്തിരോഷധയ ശാന്തിർ വനസ്പതയ ശാന്തിർ ഗൗ ശാന്തിരജാ ശാന്തിരശ്വ ശാന്തി പുരുഷ ശാന്തിർ ബ്രഹ്മ ശാന്തിർ ശാന്തി ശാന്തിരേവ ശാന്തി ശാന്തിർമേ അസ്തു ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാഗതം ആശംസിക്കുന്നതിന് UDFന്റെ സെക്രട്ടറി ശ്രീ CP ജോണിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോഴും മുഖ്യ കവാടത്തിലൂടെ കടന്നു വരുന്നത്. പലരും ഈ വേദിക്ക് ഇടതുവശത്ത് സീറ്റുകൾ സജ്ജീകരിക്കുന്നത് അറിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. വോളണ്ടിയർമാർ അവരെ വേദിയുടെ ഇടതുവശത്തേക്ക് വരാൻ വേണ്ടി പ്രത്യേകമായി ഡയറക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ ജാഥയുടെ നായകനായ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശുക്രനക്ഷത്രമായ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മഹാസമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂൾ അസംബ്ലിയിൽ കയറി നിൽക്കുന്ന സഭാകമ്പത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഈ വേദിയിൽ സന്നിഹിതരാണ്. ഞാൻ വളരെ വേഗത്തിൽ ആമുഖങ്ങളൊന്നുമില്ലാതെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി കുമ്പളയിൽ നിന്നും ആരംഭിച്ച ഈ ജാഥയെ കേരളത്തിൻ്റെ മലനിരകളിലൂടെ, കടൽ തീരങ്ങളിലൂടെ, ഇടനാടുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, ജനസഞ്ചയങ്ങളിലൂടെ, ജനസാഗരങ്ങളിലൂടെ ധീരമായി നയിച്ച് ഇന്ന് അനന്തപുരിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ച ഈ ജാഥയുടെ നായകനും അധ്യക്ഷനുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, ഇന്ന് ജനനേതാവായി കേരളത്തിൽ അത്യുജ്വലമായ തരത്തിൽ ഉയർന്നു വന്ന ജനവികാരത്തെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞിട്ടുള്ള ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ ജനസാഗരത്തിൻ്റെ പേരിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ചരിത്രയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പ്രിയങ്കരനായ വ്യക്തിത്വമാണ്. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം കൊച്ചുകുട്ടികളോട് പോലുമില്ല. ഒരു കൊച്ചുകുട്ടിയുടെ ലാളിത്യത്തോടുകൂടി, ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ നൈർമല്യത്തോടുകൂടി, എന്നാൽ ഒരു ലോക നേതാവിൻ്റെ പെരുമയോടുകൂടി ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെയും ലോക ജനാധിപത്യ പ്രക്രിയയെയും നയിക്കാൻ കെൽപ്പുള്ള മഹാനായ രാഹുൽ ഗാന്ധിയെ ഞാൻ ഈ ജനസാഗരത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. He has become
PP ഒന്ന് ഒഴിവാക്കാം. He has become the doyen of international democratic polity. The Democrats in London, in Washington, in Moscow, in Beijing, in Paris, all are looking at him. What Rahul Gandhi speaks, what he says, how he walks, how he rides his bicycle. He has become an epitome of international democratic polity, and he has not only become the national leader, he is the international leader, like Jawaharlal Nehru, Indira Gandhi, or any other political leader from India. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുകയാണ്. ഈ വേദിയിൽ നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള കേരളത്തിന്റെ സംഭാവനയായ നമ്മുടെ എല്ലാം സുഹൃത്തായ നിങ്ങളിൽ പലരുടെയും ചേട്ടനായ ഞങ്ങളെപ്പോലുള്ളവരുടെ കൊച്ചനുജനായ KC വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ 1 മണിക്കൂർ എടുക്കുമെന്നതുകൊണ്ട് പാലോട് രവി എനിക്ക് ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തിത്വത്തെയാണ്. ആരാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ? മതേതര കേരളത്തിന്റെ, മതേതര ഇന്ത്യയുടെ പ്രവാചക തുല്യനായ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായ പാണക്കാട് സയ്യിദ് സാഹദലി ശിഹാബ് തങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വർഗീയ കലാപങ്ങളുടെയും വർഗീയ വിക്ഷുബ്ധതയുടെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെയും മുന്നിൽ സൗമ്യമായ ചിരി കൊണ്ട് തന്റെ ഹരിത പതാക ഉയർത്തി നിൽക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമല്ല, നമ്മുടെ നാടിന്റെ നന്മയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് എന്ന് ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ ശ്രീമതി ദീപാദാസ് മുൻഷി, ACCയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ദീപാദാസ് മുൻഷി ഇന്ന് മലയാളിയായിട്ടുണ്ട്. ഷി ഹാസ് ബിക്കം എ മലയാളി. നൗ ഷി ഈസ് ലിവിംഗ് വിത്ത് us and she has become a Malayali leader. I welcome ദീപാദാസ് മുൻഷി ജി. നമ്മുടെ സണ്ണി ജോസഫ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCCയുടെ അഭിമന്യനായ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം ഓമനയായ MA ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ, 4 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂരിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രതിഭാസമായി മാറിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് MP-യെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹേബ് ഇവിടെ എത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹേബ്, ഞാൻ അദ്ദേഹത്തെ വികസനത്തിന്റെ അംബാസിഡർ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം കാരണവരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദ്യത്തെ കൺവീനർ ആയിരുന്ന, ഇന്നും നമ്മുടെ എല്ലാം നായകനായ PJ ജോസഫ് സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായ RSPയുടെ ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോണിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ പ്രേമചന്ദ്രൻ MP-യെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ കേരള കോൺഗ്രസിന്റെ നേതാവ് അനൂപ് ജേക്കബിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മാണി C കാപ്പൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജനെ ഞാൻ ഈ ജനസാഗരത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. JSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും JSSന്റെ ജനറൽ സെക്രട്ടറിയുമായ രാജൻ ബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ DCCയുടെ പ്രസിഡന്റ്, അതേ ശക്തൻ നാടാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDF-ന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള PK വേണുഗോപാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സച്ചിൻ പൈലറ്റ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മുഴുവൻ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജാഥാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഒരു ജാഥാംഗമാകുന്ന ജാഥാംഗങ്ങൾക്ക് ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ ജാഥ തീർന്നു പോയല്ലോ, നാളെ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ശ്രീകണ്ഠനുണ്ട്, ബെന്നിയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, നേരത്തെ പേര് പറഞ്ഞ എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഞാൻ ബെന്നി ബെഹനാൻ ചേർന്ന് ഞങ്ങളുടെ ഒരു നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ശ്രമിച്ചാൽ വിട്ടുപോകുമെന്നതുകൊണ്ട് എന്നെ
പാലോട് രവി ഞാൻ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈ ജനസാഗരത്തിന് ചരിത്ര പ്രസിദ്ധമായി തീരാൻ പോകുന്ന ഈ മഹായോഗത്തിന്റെ പങ്കാളികളായ, നിർമ്മിതാക്കളായ, ചരിത്രത്തെ പുതിയ യുഗത്തിലേക്ക് മാറ്റിമറിക്കാൻ കച്ചകെട്ടി വന്നിരിക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ആദരണീയനായ PJ ജോസഫ് സാർ നിങ്ങളോട് ഏതാനും വാക്കുകൾ സംസാരിക്കും. സാർ ഇവിടെ അത് ഓൺ ചെയ്യില്ല. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ രാഹുൽ ഗാന്ധിജി, ഈ പുതിയ യാഥ നയിച്ച ശ്രീ VD സതീശൻ അവരുകളെ, ഈ അധ്യക്ഷതയിലുള്ള ബഹുമാനന്റെ നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. 10 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്നകറ്റി UDFൻ്റെ ഒരു സർക്കാരിനെ ഇവിടെ അധികാരത്തിലേറ്റാൻ വേണ്ടി നടത്തിയ ഈ പുതുയുഗയാത്ര സമാപനത്തിലെത്തിയിരിക്കുകയാണ്. നാടെങ്ങും ലക്ഷക്കണക്കിന് ആളുകൾ സ്വീകരണം നൽകിയ ഈ ജാഥ തീർച്ചയായിട്ടും ഒരു പുതുയുഗമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് ജാഥ നയിച്ചത്. എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ സ്വീകരണം വളരെ അഭൂതപൂർവമായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വരുമ്പോൾ തിരുവനന്തപുരം അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് എത്തിയിരിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കും. ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പ്രിയങ്കരായ രാഹുൽജി, വേദിയിലുള്ള ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ശ്രീ VD സതീശൻ നയിച്ച ഈ പുതുകയാത്ര കേരളത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കും, ഭരണത്തിലെത്തും, യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരള UDFനെ ഭരണത്തിലെത്തിക്കും. നമുക്കറിയാം, ഇന്നിവിടെ കാണുന്ന ഈ ജനക്കൂട്ടം ആർത്തിരമ്പുന്നത് 10 വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്ന അതിനുള്ള പരിപാടികൾ ശ്രീ രാഹുൽജി ഇവിടെ പ്രസംഗിക്കും. അത് കേൾക്കാനാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്. ഏറ്റവും ആദരണീയനായ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, വേദിയിലെ UDFൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേണ്ടി നീങ്ങുന്നതിന് വേണ്ടിയാണ്. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുവാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ നമ്മൾക്കേവർക്കും ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ചു പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF 100 സീറ്റുകൾ കുറയാതുള്ള സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP. പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ആരാധ്യനും പ്രിയങ്കരനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിസ്മയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒട്ടേറെ വിസ്മയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിസ്മയങ്ങൾ ഈ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുയുഗ യാത്രയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ ഡോക്ടർ ശശി തരൂർ. ആദരണീയ രാഹുൽജി, ഇവിടെ ഇരിക്കുന്ന എല്ലാ UDF നേതാക്കളെ, തിരുവനന്തപുരത്ത് കൂടിയെത്തിയ എല്ലാ മഹാജനങ്ങളെ,
ഇന്ന് പുതുയുഗ യാത്രത്തിൻ്റെ സമാപനം മാത്രമല്ല, ഒരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ സംസ്ഥാനത്തിന് ഭരിക്കാൻ പോകുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. UDF നിങ്ങളുടെ പേരിൽ ഈ നാടിൽ ഒരു പുതിയ ഒരു യുഗം കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. ഓരോരോ ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യവസായങ്ങളെ കൊണ്ടുവരാൻ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ആവശ്യമുണ്ട്, തൊഴിൽ ആവശ്യമുണ്ട്. ഇതിനെല്ലാത്തിനെ കുറിച്ച് ചിന്തിച്ച് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് UDF. നിങ്ങളുടെ നാളെ നന്നാക്കാനാണ് UDF മത്സരിക്കുന്നത്. ഞാൻ ഒരിക്കലും കൂടി നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഈ വിജയം നിങ്ങളുടെ ആയിരിക്കും, UDFന്റെ ആയിരിക്കും. ജയ് UDF, ജയ് ഹിന്ദ്. നമ്മുടെ മുൻ PCC പ്രസിഡന്റും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ പ്രിയങ്കരനായ K. സുധാകരൻ MP. പ്രിയമുള്ളവരെ, ഇന്നൊരു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൊതുയോഗം ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായൊരു പൊതുയോഗത്തിൽ ഒന്നാണ്. ഇവിടെ ഏതാണ്ട് 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം ഈ നാടിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്കറിയാം. ഈ നാട് നശിച്ച് നശിച്ച് നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് ഈ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. ഇവിടെ എന്ത് കിട്ടി? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിന്റെ ഹൃദയഭാരത്തെക്കുറിച്ച് നോട്ടമില്ലാത്ത, അറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൽ പാവപ്പെട്ടവൻ, കഷ്ടപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഈ മുഖ്യമന്ത്രി എന്റെ നാട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ നാട് കേരളമാണ്. ഇവിടെ വിദ്യാസമ്പന്നരുടെ നാടാണ് ഈ നാട്. ഇവിടെ ഈ നാട് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല. ഇതേ കാണുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിറദീപങ്ങളെ പോലത്തെ ഈ പാർട്ടി, വ്യത്യസ്തമായ UDF പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. അവർക്കെല്ലാം 10 വാക്ക് പറയണമെങ്കിൽ മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ, കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ലേ? ഉള്ള കള്ളപ്പണം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണം മുഴുവൻ മുക്കിയടിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ അവർ തന്നെ സമ്മതിച്ചില്ലേ? അവർ പറഞ്ഞില്ലേ, ഈ നാട്ടിൽ അധ്വാനിക്കുന്നവന്റെ കാശ് വാങ്ങി ആ കാശ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് അവർ സമ്മതിച്ചില്ലേ? കള്ളന്മാരല്ലേ അവർ? ആ കള്ളന്മാരുടെ കയ്യിൽ ഈ ഭരണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തണം. ആ നിർത്താനുള്ള പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ അംഗഭംഗമാകാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗം ചേരാൻ, അതിനോടൊപ്പം യോജിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കടന്നു വന്നതിൽ നിങ്ങൾക്ക് ഞാൻ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല. യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിന്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കം അഭിവന്ദനായ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1 മാസക്കാലത്തിലേറെയായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പൊതുയുഗ യാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ നേതാവ് ആരാധ്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തോടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച്
100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട് മുടിച്ചൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. സാധാരണക്കാരന്റെ ജീവിതം അനുദിനം ദുസ്സഹമാക്കുന്ന ഒരു ഗവൺമെന്റ്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ്, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുകയാണ്. എത്ര പരസ്യങ്ങൾ നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാടിനെ തകർത്ത, കേരളത്തെ 10 വർഷം പുറകോട്ട് കൊണ്ടുപോയ, ഒരു വൻകിട വികസന പ്രവർത്തനവും നടത്താത്ത, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാത്ത ഒരു അഴിമതി ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു. ഈ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരുന്നില്ല. ഈ ഭരണത്തെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിർക്കുന്നു. ജനങ്ങൾ ഒരു തുടർഭരണത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ എല്ലാവിധ ശക്തി ഉപയോഗിച്ച് എന്തെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തെ തർക്കം വേണ്ട. പ്രിയങ്കരായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുർഗമാണ്. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജാതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കായിരുന്നു ഈ യാത്ര. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത VD സതീശനെ, UDF നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA. പ്രിയപ്പെട്ട രാഹുൽജി, പുതുയുഗ യാത്രയുടെ നായകൻ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ VD സതീശൻ, ഈ ജാഥ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, അഭിമന്യ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ജനസഞ്ചയത്തിന്റെ ആവേശകരമായ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലമായി നമുക്കറിയാം, പുതുകയാത്ര കേരളത്തിന്റെ വടക്കൻ ഭാഗം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യനായ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ആശയം ആവേശവുമായ രാഹുൽജി, നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ, കേരളീയരുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം വിവിധ ഘട്ടങ്ങളിലായി നമ്മോടൊപ്പമുണ്ട്. എറണാകുളത്ത് ചേർന്ന മഹാപഞ്ചായത്ത് രാജ്, നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ ആവേശകരമായ വിജയം നൽകിയ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്നേഹ സംഗമം, ആ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽജി നമുക്ക് ആവേശം വിതറിയെങ്കിൽ, കണ്ണൂരിൽ അധ്വാനിക്കുന്ന കൃഷിക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ്, അവരുടെ ദുരിതങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് രാഹുൽജി കഴിഞ്ഞ ആഴ്ച പറന്നെത്തിയത് എങ്കിൽ, വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന പദ്ധതിയുമായിട്ടാണ് രാഹുൽജി വയനാട്ടിലെത്തിയത് എങ്കിൽ, ഇന്നലെ കൊല്ലത്ത് മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സന്ദർശനത്തിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയാണ് രാഹുൽജി ചെയ്തതെങ്കിൽ, പിന്നീട് ഇടുക്കിയിൽ മരിയൻ കോളേജിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുകയും തോട്ടം തൊഴിലാളികളുമായി അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത രാഹുൽജി ഇന്ന് ശിവഗിരി സന്ദർശിച്ച്, അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ IT വിദഗ്ധരുമായി ആശയവിനിമയം ചെയ്തുകൊണ്ടാണ് ഈ പുതുകയാത്രയുടെ സമാപന പരിപാടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാഹുൽജിയുടെ ആവേശകരമായ നേതൃത്വത്തിന്, സജീവമായ സാന്നിധ്യത്തിന്, പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പുതുകയാത്ര വൻ വിജയമാക്കിയ UDF പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. കഴിഞ്ഞ നാളുകളായി കേരളത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി സംഘടനാപരമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി ഏതാനും വാക്കുകൾ. Our beloved leader Rahul Gandhi ji, KC Venugopal ji, Sunny Joseph ji, VD Satishan ji, all the leaders sitting on the stage, Thangal ji, Kunyali Kutti ji, all the UDF leaders, Shibu Baby John,
Kerala Congress Joseph ji, CP John ji, all the other leaders, senior leaders on the stage, and the people who are ready to bring back the glory of UDF. I welcome everyone. You are ready.